സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ശക്തമാവുകയാണ്. വോട്ടെടുപ്പിന് ഇനി 28 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചാരണ വിഷയങ്ങൾ ഇതിനോടകം തന്നെ മാറിമറിയുന്ന സാഹചര്യം ഉണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ED അന്വേഷണം ആണ് ഇപ്പോൾ കോൺഗ്രസും BJPയും ആയുധമാക്കുന്നത്. ആദ്യം ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തും ആണ് ചേരുന്നത്. അതോടൊപ്പം കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ചേരും. ആദ്യം ശരണ്യ, ഈ ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലക്ഷൻ ടീം യാത്ര നടത്തിയിരുന്നു. അവിടെ KC വേണുഗോപാൽ ഉൾപ്പെടെ മത്സര രംഗത്തേക്കൊക്കെ എത്തുന്നതോടെ കടുത്ത പോരാട്ടം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്. എങ്ങനെയാണ് പ്രചാരണം മുന്നണികൾ കൊഴുപ്പിക്കുന്നത്? അഭിലാഷ, തീർച്ചയായും രാജ്യത്ത് തന്നെ നടക്കുന്ന പ്രധാന മത്സരങ്ങളിലൊന്ന്, പ്രത്യേകിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനെത്തിയതോടെ രാജ്യത്തെ തന്നെ ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പുകളിലൊന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ഇന്നലെയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു, ഒപ്പം തന്നെ നമ്മളെയും കണ്ടിരുന്നു. ഈ പറഞ്ഞ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള ED അന്വേഷണം അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ഇന്നലെയും ആരോപണങ്ങൾ ഉന്നയിച്ചു. കാരണം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഒരു കൂട്ടായ നീക്കത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഇതൊരു നാടകീയ സംഭവങ്ങൾ മാത്രമാണ്, ഈ നാടകത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എന്നുള്ളതാണ് ഈ മകളുമായി ബന്ധപ്പെട്ട ED അന്വേഷണവും മറ്റു കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞത്. ഇന്ന് രാവിലെയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായി വന്നിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നലെ കോൺഗ്രസിന് ലഭിച്ച ആദായ നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസാണ്. ഏകദേശം 692 കോടി രൂപ പലിശ ഇനത്തിൽ അടക്കാനായി അടിയന്തരമായ നോട്ടീസ് ഇന്നലെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ്, ഇൻകം ടാക്സ് അടക്കമുള്ള വകുപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് KC വേണുഗോപാൽ ഇന്നിപ്പോൾ രാവിലെ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ആദായ നികുതി വകുപ്പ് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്നു. രാജ്യത്ത് ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഉണ്ടാകുന്നത്. ഇലക്ട്രിക് ബോണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങളുള്ള BJPക്ക് ഇത്രയും വലിയൊരു തുക അടക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർക്ക് അടയ്ക്കാനാകും. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ അടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഇത് ജനങ്ങൾ കോൺഗ്രസിനെ സഹായിക്കുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട AICCയുടെ ട്രഷറർ ഇന്ന് ഉച്ചയോടെ മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 692 കോടി രൂപ പലിശ ഇനത്തിൽ മാത്രം അടയ്ക്കണമെന്നുള്ളതാണ്. 1076 കോടി രൂപ അടയ്ക്കണമെന്നുള്ളതാണ്. മുഴുവൻ 1076 കോടി രൂപ അടയ്ക്കണമെന്നുള്ളതാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭ്യമായിട്ടുള്ളതിൽ അറിയിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ മുഴുവൻ അക്കൗണ്ടുകളും മരവിപ്പിക്കുന്ന നടപടികളാണ്, അത്തരത്തിൽ മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്നുള്ളതാണ്. ഇതിനെതിരെ നാളെയും മറ്റന്നാളും രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്കാണ് KC വേണുഗോപാൽ എത്തിയിട്ടുള്ളത്. ഉച്ചയോടുകൂടി AICC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും AICCയുടെ ട്രഷറർ ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെയായി ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് അത്തരത്തിൽ വലിയ ചൂട് പിടിച്ച ഒരു തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ പെസഹ വേളമായിരുന്നു, ഇന്ന് ദുഃഖവെള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 അവധി ദിവസങ്ങളിലൊക്കെയും കൂടുതൽ ജനങ്ങളെ കാണുക, പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകളെ ആരാധനാലയങ്ങളിൽ എത്തി കാണുക എന്നുള്ളതായിരുന്നു എല്ലാ സ്ഥാനാർത്ഥികളും സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി. ഇന്നലെ തന്നെ ആണെങ്കിൽ പൂങ്കാവ് പള്ളിയിലും ഒപ്പം തന്നെ പള്ളി അടക്കമുള്ള ഇടങ്ങളിലുമൊക്കെ KC വേണുഗോപാലും AM ആരിഫും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ ആരാധനാലയങ്ങളിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഇവർ, പ്രത്യേകിച്ച് വലിയൊരു കൂട്ടം പൂങ്കാവ് പള്ളി അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുക. ഇന്ന് KCയുടെ റോഡ് ഷോ ഉണ്ട്. അതായത് തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ തീരദേശ മേഖലയിലുള്ള റോഡ് ഷോ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇന്നും വിവിധ ഇടങ്ങളിലായി ചേർത്തലയും അരൂറും അടക്കമുള്ള പ്രദേശങ്ങളിലെത്തി അവിടെയുള്ള കൂടുതൽ ആളുകളെ വീടുകളിലെത്തിയൊക്കെ കാണാനുള്ള ഒരു ശ്രമം കൂട്ടായ പ്രവർത്തകരുമായി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തികൾ BJPക്കുള്ളിൽ ഉയരുന്നു എന്നുള്ളതാണ്. അതായത് ശോഭാ സുരേന്ദ്രനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യം BJPയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ അത്തരത്തിലൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ട് എന്നുള്ള സൂചനകളും
നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇത്രയും ഒരു ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിത്വത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അത്തരമൊരു കുറിപ്പ് NDAക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള സാഹചര്യവും പറയേണ്ടിയിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കരുത്ത് കാണിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ.